പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ഇന്ന് ആരംഭിക്കും. ഇരുസഭകളുടെയും സംയുക്ത സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൗപദി മുർമു അഭിസംബോധന ചെയ്യുന്നതോടെയാകും സമ്മേളനം ആരംഭിക്കുക. ഇടക്കാല ബജറ്റ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നാളെ അവതരിപ്പിക്കും. 14 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാനും കേന്ദ്ര സർക്കാർ ശുപാർശ ചെയ്തിട്ടുണ്ട്. ബജറ്റ് സമ്മേളനത്തിന് മുന്നോടിയായി സഭയിൽ സ്വീകരിക്കേണ്ട തന്ത്രങ്ങൾ ചർച്ച ചെയ്യാൻ പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം രാവിലെ ചേരും. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കൂടുതൽ വിവരങ്ങളുമായി രാധാകൃഷ്ണൻ, പാർലമെന്റ് സമ്മേളനം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ തുടങ്ങുന്നു. എന്തൊക്കെ നീക്കങ്ങളാണ് നടക്കുന്നത്? പാർലമെന്റ് സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ഇരുവശങ്ങളും അവരവരുടെ തന്ത്രങ്ങൾ വിലയിരുത്താനായിട്ടുള്ള നടപടികളിലേക്ക് കടന്നു കഴിഞ്ഞു. അല്പസമയത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പാർലമെന്റ് എത്തി മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യും. അദ്ദേഹം ഈ ബഡ്ജറ്റ് സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സർക്കാരിന്റെ ലക്ഷ്യങ്ങളും സർക്കാരിന്റെ അഭ്യർത്ഥനകളുമാകും മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുക. ഏതെങ്കിലും ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിക്കില്ല, മറിച്ച് സർക്കാരിന്റെ നിലപാട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഒപ്പം സാധാരണഗതിയിൽ എല്ലാ സമ്മേളനത്തിലും അദ്ദേഹം ഈ സഭയിൽ പ്രതിപക്ഷം സഹകരിക്കണം, എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയും. അത് ഇത്തവണയും ആവർത്തിക്കുമെന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ ഈ സമ്മേളനത്തിന് ഒരു വലിയ പ്രാധാന്യമുണ്ട്. കാരണം രണ്ടാം നരേന്ദ്രമോദി സർക്കാരിന്റെ അവസാനത്തെ ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ട്, ഇടക്കാലമാണെങ്കിൽ പോലും ബഡ്ജറ്റ് അവതരണത്തിന് വേണ്ടിയിട്ടാണ് സഭ സമ്മേളിക്കുന്നത്. മറ്റ് സമ്മേളന കാലയളവിൽ, നിയമനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ചേരുന്ന കാലയളവിൽ ഈ സഭാ നടപടികൾ തടസ്സപ്പെട്ടാലും അത് സർക്കാരിനെ സംബന്ധിച്ച് ഈ ചർച്ചകളില്ലാതെ ബില്ല് പാസ്സാക്കാനുള്ള അവസരം നൽകുമായിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചർച്ചകളുടെ വേളയായതുകൊണ്ട് തന്നെ ഈ സമ്മേളനം സുഗമമായിട്ട് നടത്തേണ്ടത് സർക്കാരിന്റെ ബാധ്യതയാണ്. എന്നാൽ മാത്രമേ സർക്കാരിന് അവരുദ്ദേശിക്കുന്ന രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്ക് ഈ സമ്മേളനത്തെ കൊണ്ട് എത്തിക്കാനായിട്ട് സാധിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ 14 എംപിമാരുടെ സസ്പെൻഷൻ, ശേഷിച്ച 14 എംപിമാരുടെ സസ്പെൻഷൻ പിൻവലിക്കാനുള്ള ശുപാർശ നൽകിയിരുന്നു. അത് ഇന്ന് രാവിലെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ പ്രതിപക്ഷ എംപിമാരെല്ലാവരും സഭയിൽ എത്തുന്ന ഒരു സാഹചര്യത്തിന് കൂടി ഇന്ന് സാക്ഷിയാകും. രാഷ്ട്രപതി 11 മണിയോടുകൂടിയായിരിക്കും ഈ സമ്മേളനത്തിന് എത്തിച്ചേരുകയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയും ചെയ്യുക. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ആദ്യമായിട്ടാണ് രാഷ്ട്രപതി സഭാ സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പ്രത്യേകതയായിട്ട് നമ്മുടെ മുന്നിലുള്ളത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് ഈ ബഡ്ജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഉടൻ നടക്കാനായിട്ട് പോകുന്നത്. ഇടക്കാല ബഡ്ജറ്റാണ്. സാധാരണഗതിയിൽ ഈ ഇടക്കാല ബഡ്ജറ്റ് ഒരു വോട്ട് ഓൺ അക്കൗണ്ടിന്റെ സ്വഭാവമുള്ള ഒരു ബഡ്ജറ്റ് മാത്രമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ചില പ്രഖ്യാപനങ്ങളൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. നാളെയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ബഡ്ജറ്റ് അവതരണം നടത്തുന്നത്. രാധാകൃഷ്ണൻ, ഈ പ്രതിപക്ഷ കക്ഷികളുടെ ആലോചനകൾ എന്തൊക്കെയാണ്, പ്രത്യേകിച്ചും ഈ ബീഹാർ സംഭവത്തിലടക്കം തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ? അല്പസമയത്തിന് അകം പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ ഒരു വിലയിരുത്തൽ യോഗത്തിലേക്ക് കടക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസാണ് ഈ യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. പ്രതിപക്ഷ പാർട്ടികൾ യോഗം ചേരും. വേണു സൂചിപ്പിച്ചതുപോലെ അതിലേറ്റവും പ്രധാനപ്പെട്ട വിഷയമാകാൻ പോകുന്നത് ഈ സഭാ സമ്മേളനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും തീർച്ചയായിട്ടും ബീഹാർ വിഷയം, നിതീഷ് കുമാറിന്റെ പിന്മാറ്റം, JDU അംഗങ്ങൾ ഈ സമ്മേളനത്തിൽ പ്രതിപക്ഷ നിരയുടെ ഭാഗമല്ലാതെ ട്രഷറി ബെഞ്ചിന്റെ ഭാഗമായി മാറുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യും. പ്രതിപക്ഷ നിര ദുർബലമാകുന്ന ഒരു കാഴ്ചയ്ക്കാണ് ഈ സമ്മേളനം അതോടുകൂടി JDUവിന്റെ പിന്മാറ്റത്തോടുകൂടി സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. അതിനെ എങ്ങനെ നേരിടും, അഥവാ ഈ പാർലമെന്റിലെ പ്രതിഷേധ പരിപാടികൾ അതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇനി ചർച്ചയുണ്ടാകാനായിട്ട് പോകുന്നത്. ഇന്നലെ തന്നെ സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം അവരുടെ നയം വ്യക്തമാക്കിയിരുന്നു. ആ നയം അനുസരിച്ച് സർക്കാരുമായി സഹകരിക്കാൻ തങ്ങൾ തയ്യാറാണ്. എന്നാൽ തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങൾക്ക് സർക്കാർ സഭയിൽ മറുപടി പറയുകയും ചർച്ച നടത്തുകയും വേണം. തങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന വിഷയങ്ങളുടെ കൂട്ടത്തിൽ അവർ ചൂണ്ടിക്കാട്ടിയത് ഈ പുകയാക്രമണം അടക്കമുള്ള വിഷയത്തിലെ വ്യക്തതയാണ്. സമയം ഇത്ര കഴിഞ്ഞു, അതിനുശേഷവും പാർലമെന്റിന്റെ ഈ പുകയാക്രമണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ ഒരു അവ്യക്തത തുടരുകയാണ്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ നിലപാട് വ്യക്തമാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം പറയുന്നത്. ഏതായാലും ഇന്നത്തെ സമ്മേളനവുമായി ബന്ധപ്പെട്ട്, അഥവാ രാഷ്ട്രപതിയുടെ അഭിസംബോധനയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷം സഹകരിക്കും എന്നാണ് ഇപ്പോൾ വരെ നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുന്നത്. അതിനുശേഷമായിരിക്കും ഇതടക്കമുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം സഭയിൽ പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം കൂടി പ്രതിപക്ഷം ഇന്ന് ആയുധമാക്കും എന്നാണ് അറിയുന്നത്. സാമ്പത്തിക സർവേ ഇത്തവണ സഭയിൽ വയ്ക്കുന്നില്ല. ഒരു റിപ്പോർട്ട്, 10 വർഷത്തെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചു എങ്കിലും അത് ഈ സാമ്പത്തിക സർവേക്ക് പര്യാപ്തമാകുന്നില്ല. വേണുവിന് അറിയാവുന്നതുപോലെ സാമ്പത്തിക സർവേ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള നാഡി വ്യൂഹങ്ങളിൽ എപ്രകാരമാണ് ഇത് ചലിക്കുന്നത് എന്നത് വ്യക്തമാക്കുന്ന ഒരു
സ്ഥിതിവിവര കണക്കാണ്. അത് ഇല്ലാതെ ഒരു ബഡ്ജറ്റ് അവതരണം എങ്ങനെ നടത്തും എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളായിരിക്കും പ്രതിപക്ഷം മുന്നോട്ട് വയ്ക്കാനായിട്ട് പോകുന്നത്. പക്ഷേ സർക്കാർ പറയുന്ന എതിർവാദം, ഇത് അവതരിപ്പിക്കുന്നത് ഒരു ഇടക്കാല ബഡ്ജറ്റാണ്, അതുകൊണ്ട് തന്നെ സാമ്പത്തിക സർവേ ആവശ്യം ഇല്ല, അഥവാ നിയമപരമായിട്ട് തങ്ങൾക്ക് അതിനുള്ള ഒരു ബാധ്യതയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ സർക്കാർ വരുമ്പോൾ അത് അവതരിപ്പിക്കാം എന്നാണ് സർക്കാരിന്റെ ന്യായം. വേണു. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.